മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ പേര് അമൃത രമേശ്. എഞ്ചിനീയർ ഡിപ്ലോമ ഉള്ളയാളാണ്. ഹിന്ദുക്കൾ അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സമ്മേളിക്കുമ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നില്ല. എന്നാൽ ഹിന്ദുക്കൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? സഹോദരി, ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കാണുമ്പോൾ അവർ ഹിന്ദു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നില്ല, ശരിയാണോ? അതെ. പക്ഷേ മുസ്ലിം ഹിന്ദുവിനെ കാണുമ്പോൾ അവർ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണ്, ശരിയാണോ? അതെ. സഹോദരി, ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂളിൽ 7ാം തരത്തിലേക്കോ 8ാം തരത്തിലേക്കോ പോകുന്ന ഒരു വിദ്യാർത്ഥി, മറ്റൊരു വിദ്യാർത്ഥി PG കോളേജിലേക്ക് പോകുന്നു, മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി. അവർ തമ്മിൽ കാണുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമോ, അതോ കോളേജ് വിദ്യാർത്ഥി സ്കൂൾ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമോ? സഹോദരി, സ്കൂൾ വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമോ, അതോ കോളേജ് വിദ്യാർത്ഥി സ്കൂൾ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമോ? സഹോദരി, ഞാൻ ലളിതമായൊരു ചോദ്യമാണ് ചോദിച്ചത്, പ്രയാസമുള്ള ചോദ്യമല്ല ചോദിച്ചത്. സഹോദരി, എന്റെ ചോദ്യം മനസ്സിലായോ? അതെ. സ്കൂൾ വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമോ, അതോ കോളേജ് വിദ്യാർത്ഥി സ്കൂൾ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമോ? PG വിദ്യാർത്ഥി പഠിപ്പിക്കും. ശരി. അതുപോലെ മുസ്ലിങ്ങൾ PG-യിലാണെന്നാണ് വിശ്വാസം. സ്കൂളിലേക്ക് പോകുന്ന ഞങ്ങളുടെ ഇളയ സഹോദരന്മാരെ കാണുമ്പോൾ വിവരങ്ങൾ പങ്കുവെക്കൽ ഞങ്ങളുടെ കടമയാണ്. സ്വാർത്ഥനാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സ്വാർത്ഥനാവാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാർത്ഥനാണെങ്കിൽ ഒരിക്കലും PG-കാരനാവാൻ പറ്റുകയില്ല. അവൻ അനുഭവിക്കണം. അവൻ സ്കൂളുകാരൻ മാത്രമേ അവൻ പാടുള്ളൂ. അവൻ PG കോളേജിലേക്ക് വന്നാൽ ജോലി ഇഴച്ചു പോകും. അവർ സ്വാർത്ഥനാണ്. മാഷാ അല്ലാ, സ്വാർത്ഥതയില്ലാത്തവരാണ്. സത്യസന്ദേശം പ്രചരിപ്പിക്കൽ ഞങ്ങളുടെ കടമയാണ്. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അത് ക്രിസ്ത്യനോ ഹിന്ദുവോ ബുദ്ധനോ ആവട്ടെ, തആലോ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായുള്ളൊരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവരെ അവഗണിക്കേണ്ട ആവശ്യമില്ല. അവരെ പഠിപ്പിച്ച് PG-ആക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾക്ക് നല്ല ജോലി ലഭിക്കും. സ്വർഗത്തിൽ പോവുക എന്നതാണ് നല്ല ജോലി. ഞങ്ങൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും സ്വർഗത്തിൽ എത്തിക്കണം. സഹോദരി, താങ്കൾക്ക് സ്വർഗത്തിൽ പോകണോ? താങ്കൾക്ക് സ്വർഗത്തിൽ പോകണോ? വേണ്ട. താങ്കൾക്ക് സ്വർഗത്തിൽ പോകണോ, വേണ്ടയോ? എനിക്ക് സ്വർഗത്തിൽ മാത്രം പോയാൽ മതി. രണ്ടും ഒന്നാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ചില നിയമനിർദ്ദേശങ്ങളുണ്ട്. ഞാൻ നേരത്തെ ചോദ്യോത്തരത്തിൽ പറഞ്ഞതുപോലെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കണം. ദൈവത്തിന് പ്രതിമയില്ലെന്നും ചിത്രമില്ലെന്നും ബിംബമില്ലെന്നും വിശ്വസിക്കണം. സഹോദരി, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ. ഞാൻ ഹിന്ദു മതത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. താങ്കൾ ഹൈന്ദവ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ദൈവത്തിന് പ്രതിമയില്ലെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല, ദൈവത്തിനു പ്രതിമകളില്ല. താങ്കൾ ബിംബാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? ബിംബാരാധനയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ബിംബാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ. ദൈവത്തിന് ബിംബമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബിംബത്തെ ആരാധിക്കുന്നത്? അത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്കെതിരാണ്. ശ്വേതശ്വേതാരോപനിഷത്ത് 4-ാം അധ്യായം 19-ാം വചനത്തിലും യജുർവേദം 32-ാം അധ്യായം 3-ാം വചനത്തിലും പറയുന്നു, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് ചിത്രങ്ങളില്ല, രൂപമില്ല, ബിംബമില്ല, പ്രതിമയില്ല. താങ്കൾക്ക് താങ്കളുടെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പിന്തുടരണമോ, വേണ്ടയോ? എനിക്ക് എന്റെ ഹിന്ദു സംസ്കാരം മാത്രം പിന്തുടരണം. സംസ്കാരം, മതമല്ല. എന്റെ ഹിന്ദു മതം മാത്രം എനിക്ക് പിന്തുടരണം. താങ്കളുടെ ഹിന്ദുമതം വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സഹോദരി, വേദങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വേദങ്ങൾ വായിക്കേണ്ട കടമയില്ലേ? എപ്പോഴാ വായിക്കുക? നാളെ? ഇന്ന്? എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കും. ഇന്ന് തന്നെ വേദങ്ങൾ വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇല്ല, പക്ഷേ ഇന്ന് വായിക്കാൻ കഴിയില്ലേ? വേദമോ ഖുർആനോ ഇന്ന് വായിക്കാം, പ്രശ്നമില്ല. വീട്ടിൽ പോയി ഇന്റർനെറ്റിൽ ഞാൻ പരാമർശിച്ച ശ്വേതശ്വേതാരോപനിഷത്ത് 4-ാം അധ്യായം 19-ാം വചനവും യജുർവേദം 32-ാം അധ്യായം 3-ാം വചനവും ടൈപ്പ് ചെയ്ത് നോക്കുക. 2 ആഴ്ച മുമ്പ് കിഷൻഗഞ്ചിൽ ഞാനൊരു പ്രഭാഷണം നടത്തി. 3 ദിവസത്തെ പരിപാടിയായിരുന്നു അത്. 1-ാം ദിവസം പ്രഭാഷണം, 2-ാം ദിവസം ചോദ്യോത്തരം മാത്രം, 3-ാം ദിവസം പ്രഭാഷണവും ചോദ്യോത്തരവും. ഇന്ത്യയിൽ സുപ്രീം കോടതി വിധി പ്രകാരം 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണം. 10 മണി കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിശാലിയായ ഹിന്ദു എന്ന് പറഞ്ഞു, ജാക്കിർ, എന്താണ് ചെയ്യുക? താങ്കൾ മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. താങ്കൾ മതപരിവർത്തനത്തിന് ശ്രമിക്കുകയാണ്. ഞാൻ ഭഗവത്ഗീതയിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, വേദങ്ങളിൽ വിശ്വസിക്കുന്നില്ല.
എനിക്ക് അയാൾക്ക് ഉത്തരം പറയണം. പക്ഷെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നാളെ വരണം. ഇൻഷാ അല്ലാ ഞാൻ ആദ്യ അവസരം താങ്കൾക്ക് തരാം. അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ അന്വേഷിച്ചു. ഹൈന്ദവ പണ്ഡിറ്റുകളെ ഞാൻ ഫോൺ ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി. താങ്കൾ പറഞ്ഞതെല്ലാം 100% ശരിയാണ്. ഹൈന്ദവതയിൽ ദൈവം ഏകനാണ്. ഹൈന്ദവ വേദങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് രാത്രി മുഴുവൻ ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്റെ ജോലി ലളിതമാക്കി. അതുകൊണ്ട് സഹോദരി, ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നത്, ഇന്ന് വീട്ടിൽ പോയി ചോദിക്കാൻ പണ്ഡിറ്റില്ലെങ്കിൽ ഷെയ്ഖ് ഗൂഗിളിനോട് ചോദിക്കുക, അല്ലെങ്കിൽ പണ്ഡിറ്റ് ഗൂഗിളിനോട് ചോദിക്കാം. ഞാൻ നൽകിയ പരാമർശങ്ങൾ ടൈപ്പ് ചെയ്ത് കണ്ടെത്തിയിട്ട് നാളെ വീണ്ടും വരണം.